പ്രഭാത വന്ദനങ്ങൾ. ഒരിക്കൽ ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി. അത് സെല്ല് ചെയ്യുവാനായിട്ടും പാക്ക് ചെയ്യാനായിട്ടും ഒരു പ്രത്യേക ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റവും അവർ കണ്ടുപിടിച്ചു. ആ ഓട്ടോമേറ്റഡ് സിസ്റ്റം അനുസരിച്ച് ഒരു ട്രെയിലൂടെ, ഒരു മൂവിങ് ട്രെയിലൂടെ ഒരു എം ടി ബോക്സ് ആ മൂവിങ് ട്രെയിലൂടെ കടന്നു വരികയും ഒരു പ്രത്യേക പൊസിഷനിലെത്തുമ്പോൾ ഈ പ്രോഡക്റ്റ് അവരുണ്ടാക്കിയ ഒരു ചെറിയ പ്രോഡക്റ്റ് അത് അതിനകത്തേക്ക് പ്ലേസ്ഡ് ആവുകയും പിന്നീട് വീണ്ടും ആ മൂവിങ് ട്രെയിലൂടെ പോയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പാക്ക് ചെയ്യും. ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സെലോ ടേപ്പ് അങ്ങനെ ഒരു പാക്കിംഗ് പോലെ സീൽ ചെയ്യുകയും പിന്നീട് എൻഡ് ആ മൂവിങ് ട്രെയുടെ എൻഡ് ആകുമ്പോഴത്തേക്ക് അതൊരു വേറൊരു കണ്ടെയ്നറിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്ന പോലെ ഒരു സിസ്റ്റം അവർ കണ്ടുപിടിച്ചു. പക്ഷേ ഇങ്ങനെ കണ്ടുപിടിച്ചെങ്കിലും ഒരു വലിയൊരു എറർ അതിനകത്തുണ്ടായിരുന്നു. കാരണം 100 ബോക്സുകൾ പാക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് ഏറെ എം ടി ബോക്സുകൾ കാണാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എത്ര ശ്രമിച്ചിട്ടും ഈ എറർ ഫിക്സ് ചെയ്യാനായിട്ട് ആർക്കും സാധിച്ചില്ല. ഒരുപക്ഷെ ആ ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിൻ്റെ ടൈം കണ്ടോ മാനേജ്മെൻറ്റോ എന്തോ കൊണ്ട് ഈ എം ടി ബോക്സുകൾ ഉണ്ടാകുന്നത് നിർത്തുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം ഈ കമ്പനിയുടെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥന പറഞ്ഞു, അവിടുത്തെ എഞ്ചിനീയറിംഗ് ടീമിനെയൊക്കെ വിളിച്ചു കൂട്ടി പറഞ്ഞു, നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം, അതിനുവേണ്ടി എത്ര എമൗണ്ട് വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞു. എന്നാൽ ആർക്കും അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്നാൽ ഒരു ദിവസം ഈ സമയങ്ങളിൽ തന്നെ ഒരു വ്യക്തി, ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഈ എഞ്ചിനീയറിംഗ് ടീമിൻ്റെ പോലും ഭാഗമല്ല, ഒരു ലോവസ്റ്റ് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് നമുക്ക് ഒരു എമൗണ്ടും സ്പെൻഡ് ചെയ്യാതെ നമുക്കിതിനെ ഫിക്സ് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഈ മൂവിങ് ട്രേയുടെ ഏകദേശം അവസാനം എത്തുമ്പോഴത്തേക്കും 2 ഫാൻ അവിടെ ഫിറ്റ് ചെയ്ത് കാറ്റടിപ്പിക്കുകയാണെങ്കിൽ ഈ എം ടി ബോക്സ് ആ കാറ്റിൻ്റെ ഇതിൽ മൂവ് ചെയ്ത്, അതായത് വഴി മാറി സഞ്ചരിക്കാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ അത് അവിടുന്ന് പറന്നു പോകാൻ തുടങ്ങും. അങ്ങനെ നമുക്കിതിനകത്ത് എം ടി ബോക്സസുകൾ കണ്ടുപിടിക്കുവാൻ സാധിക്കുമെന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു സൊല്യൂഷൻ പറയുകയും അത് വളരെ എല്ലാവർക്കും വളരെ അപ്രീഷിയേറ്റ് ആയിട്ട് തോന്നുകയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും അതുമൂലം എം ടി ബോക്സുകൾ ഇല്ലാതെ ആ കമ്പനി അത് പാക്ക് ചെയ്യുവാൻ സാധിക്കുകയും ചെയ്തു. സിമ്പിൾ സൊല്യൂഷൻ. നമ്മുടെ ജീവിതത്തിലെ പല ചെറുതും സങ്കീർണവുമായിട്ടുള്ള പല പ്രശ്നങ്ങളും പ്രയാസങ്ങളിലും നമുക്കുമുണ്ടൊരു സിമ്പിൾ സൊല്യൂഷൻ. അത് മറ്റാരുമല്ല, നമ്മുടെ യേശുവാണ്. യേശുവിൻ്റെ നാമം പോലും ഒരു സൊല്യൂഷനാണ്. നമുക്കറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയിൽ വരുന്ന ഏറ്റവും വലിയ എറർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ എന്ന് പറയുന്ന അവൻ ചെയ്യുന്ന പാപം തന്നെയാണ്. എന്നാൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതോടുകൂടി നമ്മുടെ സകല പാപവും യേശു നമുക്ക് വേണ്ടി മോചിച്ചു തന്നു. പാപം മാത്രമല്ല, ശാപവും നമ്മുടെ രോഗങ്ങളുമെല്ലാം അവൻ സൗഖ്യമാക്കി തന്നു. അതുമാത്രവുമല്ല, ദൈവത്തിൻ്റെ വചനത്തിൽ മത്തായി 11:28 പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. റോമറിൻ്റെ 10:11 പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോവുകയില്ല. ഇത്രയധികം എല്ലാ പ്രശ്നങ്ങൾക്കും, എല്ലാ പ്രോബ്ലംസിനും, എല്ലാ പ്രയാസങ്ങൾക്കും ഒരേ ഒരു ഉത്തരമാണ് നമ്മുടെ യേശു. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് വിധത്തിലാണെങ്കിലും, ഭാരപ്പെടുന്നുണ്ടെങ്കിലും, ഏതെങ്കിലും പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും, ഏതെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥതകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും, ഇത് നമ്മുടെ ഒരേ ഒരു സൊല്യൂഷനായിട്ടുള്ള കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ തിരിച്ചു വരാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ചെയ്ത ഓരോ ഉപകാരങ്ങൾക്കുമായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാത്തിൻ്റെയും ഉത്തരമായിട്ടുള്ള യേശുവിലേക്ക് കർത്താവേ ഞങ്ങൾ ഇന്ന് വരുന്നു. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും, എല്ലാ പ്രയാസങ്ങളിലും, എല്ലാ സംഘർഷങ്ങളിലും കർത്താവേ അങ്ങ് ഇടപെടുന്നതിനായിട്ട് നന്ദി. കർത്താവേ, അങ്ങൊരു ഉത്തരമായിരിക്കുന്നതിനായിട്ട് നന്ദി. ഞങ്ങളങ്ങേ നന്ദി പറയുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. എല്ലാ മാനവും മഹത്വവും യേശുവിന്.